കർത്താവിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഏറ്റവും ആദരണീയരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠർ, കർത്താവിൽ പ്രിയരെ, പരിശുദ്ധമായ നൊയിമ്പിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ആത്മീയവും വിശുദ്ധവുമായ ഒരു പോരാട്ടമാണ് വിശുദ്ധ നൊയിമ്പ് എന്ന് പറയുന്നത്. ഈ പോരാട്ടത്തിൽ നമ്മുടെ മനസ്സ് നിർമ്മലമാകണം, പവിത്രമാകണം, നമ്മുടെ മനസ്സ് സ്വതന്ത്രമാകണം. വിശുദ്ധ നൊയിമ്പ് തുടങ്ങുന്നതിന് മുമ്പുള്ള 3 ഞായറാഴ്ചകൾ, ഒന്ന് സകല പിതാക്കന്മാരെയും ഓർക്കുന്നതിനാണ്, 2 വാങ്ങിപ്പോയ ആചാര്യന്മാരെ ഓർക്കുന്നത്, 3 വാങ്ങിപ്പോയ വിശ്വാസികളെ ഓർക്കുന്നത്. അവരെയെല്ലാം സ്മരിച്ചുകൊണ്ട് അവരുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് ആണ് നമ്മൾ പരിശുദ്ധമായ നൊയിമ്പിലേക്ക് പ്രവേശിക്കുന്നത്. നൊയിമ്പിൽ മനസ്സിൻ്റെ ദൗർബല്യങ്ങളെല്ലാം നമ്മൾ നീക്കണം. നൊയിമ്പാകുന്ന യുദ്ധം എല്ലാ തരത്തിലുമുള്ള കാമങ്ങളെ ഇല്ലാതാക്കുന്നതാണ്. നമുക്ക് ധാരാളം ശാഠ്യങ്ങളുണ്ട്, ദുശ്ശീലങ്ങളുണ്ട്, ദൗർബല്യങ്ങളുണ്ട്. ശാഠ്യങ്ങളെയും ദുശ്ശീലങ്ങളെയും ഈ നൊയിമ്പ് തുടങ്ങുമ്പോൾ തന്നെ നമുക്കില്ലാതാക്കി പരിശുദ്ധ നൊയിമ്പിലേക്ക് പ്രവേശിക്കാം. കൊത്തനെ സന്ധ്യയുടെ പ്രാർത്ഥനയിലെ പ്രിമിയോൻ അതിൻ്റെ പ്രാരംഭ പ്രാർത്ഥന ഇപ്രകാരമാണ് പ്രാർത്ഥിക്കുന്നത്: സന്തോഷകരമായ നിന്റെ മണവറയിലേക്കും അർത്ഥസമ്പൂർണമായ നിന്റെ പെസഹായിക്കും ഞങ്ങളെ ക്ഷണിക്കണമേ. കുഞ്ഞാടിൻ്റെ കല്യാണത്തിലേക്കുള്ള ഒരു ക്ഷണമാണ് വിശുദ്ധ നൊയിമ്പിൽ കൂടി ദൈവം നമുക്ക് നൽകുന്നത്. കല്യാണ വിരുന്നിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ കല്യാണ വസ്ത്രമുണ്ടായിരിക്കണം. കല്യാണ വസ്ത്രത്തിലുണ്ടായിരിക്കുന്ന കറകളെയെല്ലാം കഴുകി വെടിപ്പാക്കി ആൽ മാത്രമേ ആ കല്യാണ വിരുന്നിൽ നമുക്ക് പ്രവേശനമുണ്ടായിരിക്കുകയുള്ളൂ. ഗ്രീക്ക് പുരാണത്തിൽ അക്കിലസ് എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. അക്കിലാസിനെ അവൻ്റെ അമ്മ അനശ്വരനാക്കുവാൻ വേണ്ടി അമർത്യതയുടെ നദിയിൽ കൊണ്ട് മുക്കുകയാണ്. മുക്കുമ്പോൾ തലകീഴായിട്ടാണ് മുക്കുന്നത്. തലകീഴായി മുക്കിയതുകൊണ്ട് ഉപ്പൂറ്റി നനഞ്ഞില്ല. ട്രോജൻ യുദ്ധത്തിൽ പാരീസ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ ഒളിയമ്പ് ചെയ്ത്, അതായത് ഈ അക്കിലസിൻ്റെ ഉപ്പൂറ്റിയിൽ ഒളിയമ്പ് ചെയ്തിട്ടാണ് അദ്ദേഹത്തെ കൊല്ലുന്നത്. അക്കിലസ് ഹീൽ എന്ന് പറഞ്ഞൊരു പദം തന്നെ ഇംഗ്ലീഷിലുണ്ട്. ആ പദം ഉപയോഗിക്കുന്നത് മനുഷ്യൻ്റെ ബലഹീന വശം കാണിക്കാൻ വേണ്ടിയാണ്. അപ്പം നമുക്ക് ഓരോരുത്തർക്കും ഓരോ ബലഹീന വശങ്ങളുണ്ട്. ആ ബലഹീനതകളെ ഉപേക്ഷിക്കുവാനുള്ള കാലമാണ് പരിശുദ്ധമായ നൊയിമ്പ് കാലം എന്ന് പറയുന്നത്. മീകാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 8-ാമത്തെ വാക്യം: മനുഷ്യ, നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടിരിപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? ന്യായപ്രമാണ കൽപ്പനകൾ 10 അതിനെ വിപുലീകരിച്ച് 613 മാറ്റിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ദാവീദ് രാജാവ് ആ കൽപ്പനകളെ ക്രോഡീകരിച്ച് 15 മാറ്റി. അത് സങ്കീർത്തനം 15 നമ്മൾ വായിക്കുന്നുണ്ട്. യഹോവയുടെ കൂടാരത്തിൽ ആർപ്പാർക്കും എന്ന് ചോദിച്ചുകൊണ്ട് 15 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. മീകാ പ്രവാചകൻ അതിനെ 3 മാറ്റുകയാണ്. ആ 3 എന്ന് പറയുന്നത്: 1 ന്യായം പ്രവർത്തിക്കുക, 2 ദയവുള്ളവനായിരിക്കുക, 3 ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടിരിക്കുക. അതാണ് ദൈവം നമ്മളോട് ചോദിക്കുന്നത്. എന്നാൽ യേശുക്രിസ്തു ആ മൂന്നിനെ വീണ്ടും രണ്ടാക്കി മാറ്റി.
ആ രണ്ടെന്ന് പറയുന്നത് നമുക്കറിയാം. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടി സ്നേഹിക്കണം. രണ്ട്, നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. ന്യായപ്രമാണ കൽപ്പനകൾ ഈ രണ്ട് കൽപ്പനകളിൽ ഒതുക്കിയിരിക്കുകയാണ് യേശു. ദൈവത്തെ സ്നേഹിക്കണം, അതേപോലെ തന്നെ മനുഷ്യനെയും സ്നേഹിക്കണം. മീഖാ പ്രവാചകൻ നമ്മളോട് പറയുന്ന 3 കാര്യങ്ങൾ നൊയിമ്പിൽ നമുക്ക് വേണ്ടിയ 3 കാര്യങ്ങളാണ്. മീഖ എന്ന വാക്കിൻ്റെ അർത്ഥം യഹോവയ്ക്ക് സദൃശ്യൻ ആരെന്നാണ്. മീഖയെ പറ്റി വിശേഷിപ്പിക്കുന്നത് സാധുജന സംരക്ഷകനായിട്ടാണ്. മീഖാ പ്രവാചകൻ പ്രവചിക്കുന്നത് തെക്കേ രാജ്യമായ യഹൂദയിലാണ്. എന്നാലും അദ്ദേഹം വടക്കേ രാജ്യമായ ഇസ്രായേലിന് നേരിടേണ്ടി വരുന്ന ന്യായവിധിയെപ്പറ്റിയും പ്രവചിക്കുന്നുണ്ട്. അന്നത്തെ അവിടുത്തെ രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യം എന്ന് പറയുന്നത് യോഥോം എന്ന് പറഞ്ഞ രാജാവ് ആഡംബരം കൂട്ടുന്നതിന് വേണ്ടി കഠിനമായ നികുതി ഏർപ്പെടുത്തുകയാണ്. ജന്മിമാര് ഗ്രാമീണ കർഷകരിൽ നിന്നും അധികം നികുതി പിരിച്ചു. യോഥോം രാജാവിന് ശേഷം വന്ന ആകാശ് എന്ന് പറഞ്ഞ രാജാവ്, അദ്ദേഹം ധാരാളം യുദ്ധങ്ങൾ നടത്തി. ആ യുദ്ധത്തിൻ്റെ സാമ്പത്തിക ഭാരവും ജനത്തിൻ്റെ മേൽ വന്ന് പതിക്കുകയാണ്. അമിതമായ നികുതിയുടെ ഭാരം കൊണ്ട് ജനം നട്ടം തിരിഞ്ഞു. അനീതിയും അക്രമവും സാധുജനപീഡനവും ദേശമെങ്ങും നടമാടി. ഈ സാഹചര്യത്തിലാണ് മീഖ അവിടെ പ്രവചിക്കുന്നത്. കൊള്ള ചെയ്ത് ചില ആളുകൾ സമ്പത്ത് ധാരാളമായി വർദ്ധിപ്പിച്ചു. അങ്ങനെ ധാരാളമായി സമ്പത്ത് വർദ്ധിപ്പിച്ചവരോട് മീഖ പറയുന്ന ഒരു കാര്യമുണ്ട്. കൊള്ള ചെയ്ത് സമ്പത്ത് വർദ്ധിപ്പിച്ചാൽ അത് ഇല്ലാതെയാകും. ഇല്ലാതാകുമെന്ന് മാത്രമല്ല, അത് നിങ്ങളെ പരിഹാസ്യരുമാക്കും. ഇതിനെപ്പറ്റി ഇതുപോലെ തന്നെ ഒരു പഴമൊഴി കസന്തി സാക്കീസിന്റെ ഭാതൃകത്യ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. ന്യായമായി ഉണ്ടാക്കുന്ന സമ്പത്തിന്റെ പകുതി സാത്താൻ കൊണ്ടുപോകും. അന്യായമായി ഉണ്ടാക്കുന്ന സമ്പത്ത് മുഴുവനും അതിൻ്റെ ഉടമയെ കൂടി സാത്താൻ കൊണ്ടുപോകും. യഹൂദാദേശത്തിലുള്ള പ്രഭുക്കന്മാര്, രാജാവ് സാധാരണ ജനത്തെ പിഴിഞ്ഞ് ധാരാളം സമ്പത്ത് വർദ്ധിപ്പിച്ചു. സാധാരണ ജനത്തിൻ്റെ ജീവിതം വളരെ ദുഷ്കരമായി. അവർക്കെതിരെ മീഖ ഇവിടെ പറയുകയാണ്. പക്ഷെ ആരാധന അവർ നല്ലതായിട്ട് നടത്തുന്നുണ്ട്. ആരാധന നല്ലതായിട്ട് നടത്തിയെങ്കിലും അവരുടെ മറ്റൊരു വശമെന്ന് പറഞ്ഞ് മനുഷ്യരെ പീഡിപ്പിക്കുകയാണ്. മീഖാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വിലാപം തന്നെയാണ്, ഭക്തന്മാർ ഭൂമിയിൽ നിന്നും നശിച്ചുപോയി. ഭക്തന്മാര് ഭൂമിയിൽ ഇല്ലാതെയായി. സങ്കീർത്തനക്കാരനും വിലപിക്കുന്നുണ്ടല്ലോ അങ്ങനെ. ഉത്തമന്മാരെന്ന് വിശേഷിപ്പിക്കുന്നവര് മുൾപ്പടർപ്പ് പോലെയായെന്ന് അദ്ദേഹം പറയുന്നത്. ഉത്തമൻ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, പക്ഷെ അവര് മുൾപ്പടർപ്പ് പോലെയായി. നേരുള്ളവനെന്ന് വിശേഷിപ്പിക്കുന്നവൻ മുള്ളുവേലിയേക്കാൾ വല്ലാത്തവനായി. മീഖാ പ്രവാചകൻ പറയുകയാണ്, ദേശത്ത് ഉത്തമന്മാരുണ്ടെന്നാണ് ധാരണ, നേരുള്ളവനുണ്ടെന്നാണ് ധാരണ. പക്ഷെ നേരുള്ളവനെന്ന് പറയുന്നവനും ഉത്തമനെന്ന് പറയുന്നവനും മുള്ളുവേലിയേക്കാൾ വല്ലാത്തവനായി മാറി. നീതിമാന്മാര് ദേശത്തു നിന്നും ഇല്ലാതെയാകുകയാണ്. കൂട്ടുകാരനെ വിശ്വസിക്കാനൊക്കത്തില്ല. പ്രവാചകൻ പറയുന്ന കാര്യമാണ്. 7-ാം അധ്യായത്തിൽ പ്രവാചകൻ പറയുകയാണ്, കൂട്ടുകാരനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല, സ്നേഹിതനിൽ ആശ്രയിക്കാൻ പറ്റുന്നില്ല, സ്വന്തം ഭാര്യയോട് പോലും വായ് തുറന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല. അത്രമാത്രം ദേശം അധപ്പതിച്ചിരിക്കുകയാണ്. പക്ഷെ മീഖാ പ്രവാചകന് ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട്
അദ്ദേഹത്തിന് ഒരു ഉറപ്പുണ്ട്. ആ ഉറപ്പ് അദ്ദേഹം പറയുന്നു 7-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ മീഖാ പ്രവാചകന്റെ ഉറപ്പ് പ്രകാരമാണ് എന്തെല്ലാം പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും ദൈവത്തിനെ പറ്റി അദ്ദേഹം പറയുകയാണ്, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും, വീണാലും വീണ്ടും ഞാൻ എഴുന്നേൽക്കും, ഇരുട്ടത്തിരുന്നാലും യഹോവ വെളിച്ചമായി കൂടെ ഉണ്ടാകും. യഥാർത്ഥത്തിൽ നമുക്ക് ആവശ്യമായ 3 കാര്യങ്ങളാണത്. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും, വീണാലും വീണ്ടും ഞാൻ എഴുന്നേൽക്കും, ഇരുട്ടത്തിരുന്നാലും യഹോവ എൻ്റെ വെളിച്ചമാകും. ആരാധന, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ആരാധന ധാരാളമായി ചെയ്യുന്നവരാണ് യഹൂദയിലുള്ളവർ. പക്ഷെ അവര് സാധുക്കളെ പീഡിപ്പിക്കുകയാണ്. ആമോസ് എന്ന് പറഞ്ഞ പ്രവാചകൻ ഇതിന് സമാനമായ കാര്യം പറയുന്നുണ്ട്. ആമോസ് എന്ന് പറയുന്നത് നീതിയുടെ പ്രവാചകനായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. നീതിയുടെ പ്രവാചകനായ ആമോസ് പറയുന്നത് ബേഥേൽ 4-ാം അധ്യായം, ബേഥേലിൽ ചെന്ന് അതിക്രമം ചെയ്യുവീൻ, പുളിച്ച മാവ് കൊണ്ട് സ്തോത്രയാഗം അർപ്പിപ്പീൻ. ഇത് തെറ്റായ ആരാധനയെ പറ്റിയുള്ളൊരു വിമർശനമാണ്. പാപങ്ങളെ പീഡിപ്പിക്കുകയും അനാഥരെയും വിധവമാരെയും കരുതാതെ മറ്റുള്ളവന്റെ പിടിച്ചു പറിച്ചിട്ട് ആരാധന നടത്തുന്ന യഹൂദ ജനത്തോട് ആമോസ് എന്ന് പറഞ്ഞ പ്രവാചകൻ പറയുകയാണ്, നിങ്ങൾ ബേഥേലിൽ ചെന്ന് അതിക്രമം ചെയ്യുവാൻ, പുളിച്ച മാവ് കൊണ്ട് സ്തോത്രമർപ്പിക്കാൻ. ഇത് തെറ്റായ ആരാധനയെ വിമർശിക്കുകയാണ്. ബേഥേൽ എന്ന് പറഞ്ഞ സ്ഥലം നമുക്കറിയാം, യാക്കോബ് കിടന്ന സ്ഥലമാണ്. യാക്കോബ് എഴുന്നേറ്റ് താൻ തലയണയായി ഉപയോഗിച്ച കല്ല് നാട്ടി അവിടെ ദൈവത്തെ ആരാധിച്ച സ്ഥലമാണ്. ആ സ്ഥലത്തിന് യാക്കോബ് കൊടുത്ത പേരാണ് ബേഥേൽ. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിലെ ഒരു സംഭവമാണ്. ബേഥേലിന്റെ ആദ്യത്തെ പേര് ലൂസ് എന്നായിരുന്നെന്നാണ് പറയുന്നത്. ആ ലൂസ് എന്ന് പറയുമ്പോൾ അയഞ്ഞ ആരാധനകള്, കാമ്പില്ലാത്ത ആരാധനകള് നമുക്ക് ലോസ്റ്റ് ഉണ്ടാക്കും. ലൂസായ ആരാധന ലോസ്റ്റ് ഉണ്ടാക്കും, നഷ്ടങ്ങൾ ഉണ്ടാക്കും. കാമ്പില്ലാത്ത ആരാധനയായിരുന്നു. പക്ഷെ ബേഥേലിനെ പറ്റി യാക്കോബ് പറയുന്നത് എന്താണ്? ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നുമല്ല. സ്വർഗീയ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്ത സ്ഥലമാണ്. ഇത് ദൈവത്തിന്റെ ഭവനമാണ്. ഈ ദൈവത്തിന്റെ ഭവനമായ ബേഥേലിൽ ചെന്നിട്ടാണ് അക്രമം ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ആരാധന കാമ്പില്ലാത്തതായി മാറി. മലിനമായ കൈകൾ കൊണ്ടാണ് ആരാധന നടത്തുന്നത്. ഇതിനെ ഒരു വിമർശനമാണ്. പുളിച്ച മാവ് കൊണ്ട് സ്തോത്രയാഗം അർപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ പുളിച്ച മാവ് ആരാധനയ്ക്ക് യോഗ്യമല്ല. പുളിപ്പ് നിങ്ങളുടെ ഭവനത്തിൽ നിന്നും മാറ്റണം എന്ന പഴയ നിയമ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അശുഭലക്ഷണമാണ് പുളിപ്പ്. അപ്പൊ അശുഭലക്ഷണമായ ആരാധനകള്, കാമ്പില്ലാത്ത ആരാധനയെ പ്രവാചകൻ വിമർശിക്കുകയാണ്. അദ്ദേഹം വീണ്ടും പറയാണ്, നിങ്ങളുടെ ഹനനയാഗങ്ങളിൽ എനിക്ക് പ്രസാദമില്ല. എങ്ങനെയാണ് നിങ്ങൾ ആരാധന നടത്തേണ്ടത്? ന്യായം വെള്ളം പോലെയും നീതി വറ്റാത്ത തോട് പോലെയും കവിഞ്ഞൊഴുക്കിയിട്ടാണ് ആരാധന നടത്തേണ്ടത്. ആമോസ് പ്രവാചകൻ 5:24 അദ്ദേഹം പറയുകയാണ്, ന്യായം വെള്ളം പോലെയും നീതി വറ്റാത്ത തോട് പോലെയും കവിഞ്ഞൊഴുകണം. നീതി നടത്തിയിട്ട് ആരാധിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. നീതി നടത്തി ആരാധിക്കണം. ആ ആരാധന മാത്രമേ ദൈവം സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ മീഖാ പ്രവാചകൻ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നാമത് അദ്ദേഹം പറയുന്നത് ന്യായം പ്രവർത്തിക്കണമെന്നാണ്. പരിശുദ്ധമായ നോയമ്പിൽ ഒന്നാമത് നമുക്ക് വേണ്ടിയത് നീതി നടത്തുക എന്നുള്ളതാണ്. മീഖാ പ്രവാചകന്റെ പുസ്തകത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നു, 1000 ആട്ടുകൊറ്റനിലും 10,000 തൈല നദിയിലും യഹോവ പ്രസാദിക്കുമോ?
പ്രസാദിക്കത്തില്ലെന്നാ അതിൻ്റെ അർത്ഥം. 1000 ആട്ടുകൊറ്റനെ അർപ്പിച്ചാലും 10,000 തൈലനദി ഒഴുക്കിയാലും നീതിയില്ലാത്ത ആരാധനയിൽ യഹോവ പ്രസാദിക്കത്തില്ല. സാധുക്കളെ പീഡിപ്പിച്ച് അനാഥന്മാർക്കും വിധവമാർക്കും പരദേശിക്കും ന്യായം നടത്താതെ നടത്തുന്ന ആരാധനയിൽ യഹോവ പ്രസാദിക്കത്തില്ല എന്നാണ് പറയുന്നത്. നീതിയും ന്യായവും ഇല്ലാത്ത ആരാധന ദൈവം ഒരിക്കലും സ്വീകരിക്കുകയില്ലല്ലോ. കയേന്റെ ആരാധന യഹോവ സ്വീകരിച്ചില്ല. ശമൂവേലിന്റെ യാഗം യഹോവ നിരസിച്ചു. പരീശന്റെ പ്രാർത്ഥന ദൈവം കൈക്കൊണ്ടില്ല. അവരും പ്രാർത്ഥിച്ചായിരുന്നു, പക്ഷെ അവരുടെ യാഗത്തെയോ ആരാധനയെയോ ദൈവം സ്വീകരിച്ചില്ല. ശമൂവേലിന്റെ ആരാധനയെ പറ്റി പറയുമ്പോൾ യഹോവ പറയുന്നുണ്ടല്ലോ, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. അനുസരണമുള്ള യാഗം, ശ്രദ്ധയുള്ള യാഗം, നിർമ്മലമായ യാഗമാണ് യഹോവ സ്വീകരിക്കുന്നത്. എന്താണ് ന്യായം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ? യെശയ്യാ പ്രവചനം 1-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങളിലും യെരമ്യാ പ്രവചനം 22-ാമത്തെ അധ്യായത്തിലുമൊക്കെ ന്യായം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അവിടെ പറയുന്നുണ്ട്. എന്താ ന്യായം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ? പീഡിപ്പിക്കുന്നവനെ നേർവഴി കാട്ടുക. ന്യായം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. പീഡിപ്പിക്കുന്നവനെ നേർവഴി കാട്ടി, അനാഥനു ന്യായം നടത്തി, വിധവയ്ക്ക് വേണ്ടി വ്യവഹരിച്ചു ന്യായം പ്രവർത്തിക്കണം. യെശയ്യാ പ്രവചനം 1-17 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുന്നതാണ്. യെരമ്യാ പ്രവചനം 22-3 മുതലുള്ള വാക്യങ്ങളിൽ കവർച്ചയായി ഭവിക്കുന്നവനെ പീഡകന്റെ കയ്യിൽ നിന്നും വിടുവിക്കണം. പരദേശിയോടും അനാഥനോടും വിധവയോടും അന്യായവും ബലാത്കാരണവും ചെയ്യരുത്. കുറ്റമില്ലാത്ത രക്തത്തെ ചൊരിയരുത്. ഇതാണ് ന്യായം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ. പ്രത്യേകം ഇസ്രായേലുകാരോട് പറഞ്ഞു, പരദേശിയോട് നിങ്ങൾ ന്യായം പ്രവർത്തിക്കണം, കാരണം നീയും ഒരിക്കൽ പരദേശിയായിരുന്നു. പരദേശിയായിരുന്ന നിന്നെ ഞാൻ വിളിച്ചുകൊണ്ട് മനോഹരമായ ദേശം തന്നപ്പോൾ നീയും പരദേശിയോട് കരുണ കാണിക്കണമെന്നാണ് യഹോവ പറയുന്നത്. അങ്ങനെയില്ലാത്ത യാഗം യഹോവ സ്വീകരിക്കത്തില്ല. സദൃശവാക്യങ്ങൾ 21:3 യഹോവയ്ക്ക് ഹനനയാഗത്തേക്കാൾ ഇഷ്ടം നീതിയും ന്യായവും പ്രവർത്തിക്കുന്നതാണ്. ആമോസ് പ്രവാചകൻ പറയുകയാണ്, ന്യായത്തെ കാഞ്ഞിരമാക്കി നീതിയെ നിലത്തു തള്ളിയിടുന്നവരെന്ന്. യഹൂദയിലെയും ഇസ്രായേലിലെയും ജനങ്ങള് ന്യായത്തെ കാഞ്ഞിരമാക്കി മാറ്റി, നീതിയെ നിലത്തു തള്ളിയിടുന്നവരാക്കി മാറ്റി. അങ്ങനെയുള്ളവരോട് ആമോസ് ഒരു കാര്യം പറഞ്ഞു, 5:24 നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് യഹോവയെ അന്വേഷിപ്പീൻ. ന്യായത്തെ കാഞ്ഞിരമാക്കുന്നവരോട് ആമോസ് പ്രവാചകൻ പറയുകയാണ്, നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് യഹോവയെ അന്വേഷിപ്പീൻ. ന്യായം പ്രവർത്തിക്കണം. ഒരു നീതിമാന്റെ പ്രത്യേകത എന്താണ്? ഒരു നീതിമാന്റെ പ്രത്യേകതയെ പറ്റി പറയുമ്പോൾ ജോസഫ് പുണ്യവാളനെ വിസ്മരിക്കുവാൻ പാടില്ലല്ലോ. ജോസഫ് പുണ്യവാളനെ ചിന്തിക്കുമ്പോൾ തനിക്ക് ഭാര്യയായി നിശ്ചയിച്ചിരുന്ന മറിയമിനെ ലോകാവവാദം വരുത്തുവാൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഗൂഢമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചെന്നാണ് പറയുന്നത്. ഈ തീരുമാനം അദ്ദേഹത്തിന് ഒരു വെളിപാട് കിട്ടുന്നതിന് മുമ്പാണ്. അതിനുശേഷമാണ് ദൈവത്തിൻ്റെ ഒരു വെളിപാട് അദ്ദേഹത്തിന് കിട്ടുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഗൂഢമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത്? മറിയമിനെ പരിഹാസപാത്രമാക്കുവാൻ ആഗ്രഹിക്കാഞ്ഞതുകൊണ്ട്. അപ്പോൾ ഒരു നീതിമാന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു മനുഷ്യനെയും പരിഹാസപാത്രമാക്കുകയില്ല. ഒരു നീതിമാൻ എപ്പോഴും അങ്ങനെ ആയിരിക്കും. ഒരു മനുഷ്യനെയും ദുഃഖിപ്പിക്കുകയില്ല. പ്രാതുകത്യ എന്ന നോവലിൽ യാനറസ് എന്ന് പറഞ്ഞ പുരോഹിതൻ ഇപ്രകാരം പറയുന്നുണ്ട്, ആകാശത്തിനും ഭൂമിക്കും 7 വിധാനങ്ങളുണ്ടായിട്ടും അവയ്ക്കൊന്നും
ദൈവത്തെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ദൈവത്തെ ഉൾക്കൊള്ളുവാൻ മനുഷ്യന്റെ ഹൃദയത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് മനുഷ്യനെ ദുഃഖിപ്പിക്കരുത്. മനുഷ്യന്റെ ഹൃദയം ദൈവത്തിൻ്റെ ഗേഹമാണ്. അതുകൊണ്ട് ഒരു മനുഷ്യനെയും ദുഃഖിപ്പിക്കരുതെന്നാണ് പറയുന്നത്. മനുഷ്യന് വസിക്കാനുള്ളത് മനുഷ്യന്റെ ഹൃദയമാണ്. ദൈവം വസിക്കുന്ന മനുഷ്യനെ ഒരിക്കലും സങ്കടപ്പെടുത്തുകയോ ദുഃഖിപ്പിക്കുകയോ ചെയ്യരുത്. ഒരു മനുഷ്യനെയും പരിഹാസപാത്രമാക്കരുത്. ഒരു നീതിമാന്റെ പ്രത്യേകതയാണത്. യേശു പറഞ്ഞല്ലോ, ഒരു മനുഷ്യനെയും ഭോഷനെന്നോ വിഡ്ഢിയെന്നോ നീ വിളിക്കാൻ പാടില്ല. അങ്ങനെ വിളിച്ചാൽ നീ നരകശിക്ഷയ്ക്ക് യോഗ്യനായിത്തീരും. മനുഷ്യന്റെ മഹത്വത്തെ മറന്നു കളയാൻ പാടില്ലെന്നാണ് പറയുന്നത്. എല്ലാ മനുഷ്യനും മഹത്വമുള്ളവനാണ്. ആ മനുഷ്യന്റെ മഹത്വത്തെ നീ മറന്നു കളയാൻ പാടില്ല. മനുഷ്യന്റെ മഹത്വത്തെ മറഞ്ഞു കളയുന്നവനാണ് അവനെ പരിഹാസപാത്രമാക്കുന്നത്. ഞാൻ പറഞ്ഞു, ഒരു ദൈവത്തിന്റെ വെളിപാട് കിട്ടുന്നതിന് മുമ്പ് തന്നെ യോസഫ് എന്ന് പറഞ്ഞ നീതിമാനായ മനുഷ്യൻ ഒരാളെയും പരിഹാസപാത്രമാക്കുവാൻ ആഗ്രഹിച്ചില്ല. രണ്ടാമത്തെ നീതിമാനായ മനുഷ്യന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദൈവം കാണിക്കുന്ന വഴികളിലൂടെ സഞ്ചരിക്കുന്നവനാണ്. ദൈവം കാണിക്കുന്ന വഴികളിലൂടെയാണ് അവൻ സഞ്ചരിക്കുന്നത്. യോസഫ് പുണ്യവാന്റെ പ്രത്യേകത എന്താണ്? ദൈവം പറഞ്ഞ വഴികളിലൂടെ നടന്നവനാണ്. അങ്ങോട്ട് പോകാൻ പറഞ്ഞപ്പോൾ അങ്ങോട്ട്, ഇങ്ങോട്ട് പോകാൻ പറഞ്ഞപ്പോൾ ഇങ്ങോട്ട്, മിസ്രൈമിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ മിസ്രൈമിലേക്ക്, മിസ്രൈമിൽ നിന്നും യെരൂശലേമിലേക്ക് വരാൻ പറഞ്ഞപ്പോൾ യെരൂശലേമിലേക്ക്, നസറത്തിൽ പോയി താമസിക്കുക. ദൈവം പറയുന്ന, ദൈവം കാണിക്കുന്ന വഴികളിലൂടെ സഞ്ചരിച്ചവനായിരുന്നു യോസഫ്. അതാണ് അദ്ദേഹത്തിന്റെ ഒരു മഹത്വം എന്ന് പറയുന്നത്. അബ്രഹാം പിതാവ് അങ്ങനല്ലായിരുന്നു. യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിൽ 2:23 അബ്രഹാം പിതാവിനെ പറ്റി ഇവിടെ പറയുന്നത്, അബ്രഹാം ദൈവത്തിൽ വിശ്വസിക്കുകയും അതവനെ നീതി ആയി കണക്കിടുകയും ചെയ്തു. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചതാണ് നീതി ആയത്. അങ്ങനെ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ട് അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനായി മാറി. ദൈവത്തിൽ വിശ്വസിച്ചത് നീതിയായി കണക്കിട്ടു. ഒരിക്കലും കാണാത്ത ഒരു ദേശത്തേക്ക് ഇറങ്ങിപ്പുറപ്പെടാൻ പറഞ്ഞപ്പോൾ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഇറങ്ങിപ്പുറപ്പെട്ടു. അതാണ് അദ്ദേഹത്തിന്റെ നീതി. അപ്പൊ ദൈവം പറയുന്ന വഴികളിൽ കൂടി സഞ്ചരിക്കുന്നവനാണ് നീതിമാൻ എന്ന് പറയുന്ന ആളും. നോഹയെ പറ്റി ഇവിടെ വിശേഷിപ്പിക്കുന്ന നമുക്കറിയാം. എബ്രായ ലേഖനം 11:7 നോഹയെ പറ്റി വിശേഷിപ്പിക്കുന്നത്, വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി പെട്ടകമുണ്ടാക്കി വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു. അബ്രഹാം വിശ്വസിച്ചത് അബ്രഹാമിന് നീതിയായി കണക്കിട്ടു. നോഹ വിശ്വസിച്ചത് കൊണ്ട് അതവന് നീതിയായി. അപ്പം നോഹയെ പറ്റി അവിടെ പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുവരെ കാണാത്ത കാര്യം, വെള്ളപ്പൊക്കം ഇതുവരെ അദ്ദേഹം കണ്ടിട്ടില്ലായിരുന്നു. ഭൂമിയിൽ അന്നുവരെ വലിയ ജലപ്രളയം ഉണ്ടായിട്ടില്ല. ഇന്നുവരെ ഉണ്ടാകാത്ത ഒരു കാര്യത്തെ പറ്റി യഹോവ പറഞ്ഞു, വലിയ ജലപ്രളയം ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ ആ വാക്കിനെ വിശ്വസിച്ചു. വിശ്വസിക്കുക മാത്രമല്ല, തൻ്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു പെട്ടകമുണ്ടാക്കി. വീണ്ടും നോഹയെ പറ്റി നമ്മൾ ആ 6-ാം അധ്യായത്തിൽ വായിക്കുന്നത്, ഉൽപ്പത്തി പുസ്തകം 6-ൽ വായിക്കുന്നത്, ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു. വീണ്ടും എടുത്തു പറയുന്നുണ്ട്, അവൻ അങ്ങനെ തന്നെ ചെയ്തു. അതാണ് വീണ്ടും എടുത്തു പറയാണ്, ദൈവം കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു, അവൻ അങ്ങനെ തന്നെയും ചെയ്തു. അതാണ് നോഹയുടെ പ്രത്യേകത. നോഹ തന്റെ തലമുറയിൽ നീതിമാനും നിഷ്കളങ്കനുമായിരുന്നു. നോഹയ്ക്ക് നീതിയായിട്ട് കണക്കിട്ടത് എന്താണ്? ദൈവത്തിൽ വിശ്വസിച്ചു എന്നുള്ളതാണ്. അപ്പൊ ദൈവം പറയുന്ന പാതകളിലൂടെ നടക്കും. അതാണ് ഒരു നീതിമാനായ ഒരു മനുഷ്യൻ ദൈവവിശ്വാസിയായിരിക്കും. 3 കാര്യങ്ങൾ ഞാൻ പറയട്ടെ. നീതിമാനായിരിക്കുന്ന മനുഷ്യൻ ഒരു മനുഷ്യനെയും
പരിഹസിക്കില്ല. നീതിമാനായ മനുഷ്യൻ ദൈവം കാണിക്കുന്ന വഴികളിലൂടെ സഞ്ചരിക്കുന്നവനാണ്. നീതിമാനായ മനുഷ്യൻ ഉറച്ച ദൈവവിശ്വാസിയാണ്. ദൈവമേൽപ്പിച്ച കഠിന ദൗത്യങ്ങളെയൊക്കെ പവിത്രമാക്കി മാറ്റിയ ആളാണ് യോസഫ് പുണ്യവാളൻ. എത്ര കഠിന ദൗത്യമാണ് ദൈവം ആ മനുഷ്യനെ ഏൽപ്പിച്ചത്. ആ കഠിന ദൗത്യങ്ങളെ പവിത്രമാക്കി മാറ്റി പുണ്യവാനായ യോസഫ് പിതാവ്. അതാണ് അദ്ദേഹത്തിൻ്റെ നീതി എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ മീഖാ പ്രവാചകൻ നമ്മളോട് പറയുന്നത് ന്യായം പ്രവർത്തിക്കുക എന്നുള്ളതാണ്. പരിശുദ്ധമായ നോയമ്പിൽ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് നീതിയും ന്യായവുമുള്ള ആരാധനയുണ്ടാകണം. ഹബക്കൂക്ക് എന്ന് പറഞ്ഞ പ്രവാചകൻ 2:4 ഇപ്രകാരം പറയുന്നുണ്ട്, നീതിമാനോ വിശ്വാസത്തിൽ ജീവിക്കും. അദ്ദേഹം പറയാനുള്ള കാരണം, ഹബക്കൂക്ക് പ്രവാചകൻ ധാരാളം ആവലാതി യഹോവയോട് നടത്തുന്ന ആളായിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ആവലാതി എന്ന് പറയുന്നത് ദുഷ്ടൻ തന്നിലും നീതിമാനായവനെ വിഴുങ്ങുന്നത് എന്താണെന്നാണ് അദ്ദേഹത്തിന്റെ ഒരു ആവലാതി. ദുഷ്ടനായ മനുഷ്യൻ നീതിമാനെ കയ്യേറ്റം ചെയ്യുന്നു. ദുഷ്ടനായ മനുഷ്യൻ തന്നേക്കാൾ നീതിമാനെ വിഴുങ്ങുന്നത് കണ്ടിട്ടും നീ എന്താ മിണ്ടാതിരിക്കുന്നത്? ഇതാണ് അദ്ദേഹത്തിന്റെ ആവലാതി. കുറച്ചു നേരം യഹോവയ്ക്ക് വേണ്ടി കാത്തിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും. നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും. അത് അദ്ദേഹത്തിന് മനസ്സിലായി. അതുകൊണ്ട് നമ്മുടെ നീതി എങ്ങനെയായിരിക്കണമെന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത്. വിശുദ്ധ മത്തായി സുവിശേഷം 5:20 മത്തായി ശ്ലീഹ പറയുന്നു, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീക്ഷന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. അപ്പോൾ സ്വർഗരാജ്യത്തിൽ കടക്കാൻ ഉള്ള ഒരു മാനദണ്ഡം നീതി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ആ നീതി സാധാരണ മനുഷ്യനേക്കാൾ കവിയുന്നതായിരിക്കണം. അപ്പൊ യഹോവ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നീതി പ്രവർത്തിക്കുക എന്നുള്ളതാണ്, ന്യായം പ്രവർത്തിക്കുക എന്നുള്ളതാണ്. നമ്മുടെ നീതി സാധാരണക്കാരനിൽ നിന്നും കവിയുന്ന നീതിയായിരിക്കണം. നമ്മുടെ ആരാധന നീതിയുള്ളതായിരിക്കണം. മറ്റുള്ളവരെ പീഡിപ്പിക്കുകയും അനാവശ്യമായി മുറിവുണ്ടാക്കുകയും ചെയ്തിട്ട് നടത്തുന്ന ആരാധന ദൈവം സ്വീകരിക്കുകയില്ല എന്നാണ് മീഖാ പ്രവാചകനാണെങ്കിലും ഹബക്കൂക്ക് പ്രവാചകനാണെങ്കിലും ആമോസ് പ്രവാചകനാണെങ്കിലും ഒക്കെ പറയുന്നത്. അപ്പൊ ഒന്നാമത് ഞാൻ പറയുന്നത് നീതി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. 2, ദയവുള്ളവനായിരിക്കണം. മീഖാ പ്രവാചകൻ നൽകുന്ന 3 കാര്യങ്ങളിൽ 1 നീതി പ്രവർത്തിക്കുക, 2 ദയവുള്ളവരായിരിക്കണം. വാക്കുകളിലും ചിന്തകളിലും പ്രവർത്തികളിലും ദയവുള്ളവരാകണം. വാക്കുകളിലെ ദയ മറ്റുള്ളവർക്ക് ആശ്വാസം നൽകും. ചിന്തകളിലെ ദയവ് വിനയമുണ്ടാക്കി തരും. പ്രവർത്തികളിലെ ദയ സ്നേഹം മടക്കിത്തരും. അപ്പൊ വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും ദയവുണ്ടായിരിക്കണം. നമുക്കൊക്കെ വാക്കുകളിൽ ദയവില്ലെന്ന അല്ലേ? ഇയ്യോബിന്റെ പുസ്തകത്തിൽ ഇയ്യോബ് പറയുന്ന ഒരു കാര്യമുണ്ട്, വാക്കുകളിൽ ദയയില്ലാത്ത മനുഷ്യർ വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാരാണ്. ഇയ്യോബിന്റെ സങ്കടങ്ങളിൽ അദ്ദേഹത്തെ കാണാൻ വന്ന ആ കൂട്ടുകാരെ പറ്റി ഇയ്യോബ് പറയുന്ന ഒരു കാര്യമാണ്. യോബിന്റെ പുസ്തകം 16:2, നിങ്ങളെല്ലാവരും വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാരും. നമ്മളൊരു മനുഷ്യന്റെ കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും ഒക്കെ ചെന്ന് അവൻ്റെ അടുക്കൽ ചെന്ന് നമ്മൾ ചില പറയുന്ന വാക്കുകളൊക്കെ അവനെ വ്യസനിപ്പിച്ചു കളയും. ശരിയാണ്, തൻ്റെ സങ്കടം വന്നപ്പോൾ കൂട്ടുകാർ കാണാൻ വന്നു. പക്ഷെ കൂട്ടുകാർ പറയുന്ന വാക്കുകളൊക്കെ എന്തായിരുന്നു? വ്യസനിപ്പിക്കുന്നതായിരുന്നു.
വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാരും. പക്ഷെ ഇയ്യോബ് നേരെ തിരിച്ചു പറഞ്ഞു. 16-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ അദ്ദേഹം പറയുകയാണ്, നിങ്ങൾക്കായിരുന്നു ഇങ്ങനൊരനുഭവം ഉണ്ടായിരുന്നുവെങ്കിൽ, 16-ന്റെ 5 പറയുകയാണ്, ഞാൻ വാഗൊണ്ട് നിങ്ങളെ ധൈര്യപ്പെടുത്തുകയും അധരസ്വാന്തനങ്ങൾ കൊണ്ട് നിങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. എൻ്റെ അടുക്കൽ വന്നപ്പോൾ നിങ്ങൾ എന്നെ ദുഃഖിപ്പിച്ചു, വ്യസനിപ്പിച്ചു. പക്ഷേ നിങ്ങൾക്കായിരുന്നു അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ എൻ്റെ വാഗൊണ്ട് നിങ്ങളെ ധൈര്യപ്പെടുത്തുമായിരുന്നു, അധരസ്വാന്തനം കൊണ്ട് നിങ്ങളെ ആശ്വസിപ്പിക്കുമായിരുന്നു. നമ്മളെ കൊണ്ട് സാധിക്കുമോ? വിരുന്നു ഭവനത്തിൽ പോകുന്നതിനേക്കാൾ ഉത്തമം വിലാപഭവനത്തിൽ പോകുന്നതാണ്. അത് ദൈവത്തിൻ്റെ ഒരു കൽപ്പനയാണ്. എന്തിനാണ് പോകുന്നത്? സങ്കടങ്ങളിൽപ്പെട്ട ഒരു മനുഷ്യന്റെ വീട്ടിലേക്ക് നമ്മൾ പോകുന്നത് അവനെ ആശ്വസിപ്പിക്കാനാണ്, അവനെ ചേർത്ത് പിടിക്കാനാണ്, ദയവുള്ള വാക്കുകൾ പറയാൻ വേണ്ടിയാണ്. ഖലീൽ ജിബ്രാന്റെ ഒരു ഉദ്ധരണിയുണ്ട്. ആ ഉദ്ധരണി ഇപ്രകാരമാണ്: ഒരുവന്റെ സന്തോഷങ്ങളിൽ നിങ്ങൾ പങ്കുകൊള്ളുകയും അവന്റെ സങ്കടത്തിൽ പങ്കുകൊള്ളാതിരിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗരാജ്യത്തിലേക്കുള്ള 7 കവാടങ്ങളിൽ ഒന്നിന്റെ താക്കോൽ നിങ്ങൾക്ക് നഷ്ടപ്പെടും. നമ്മളൊരു മനുഷ്യനെ സന്തോഷങ്ങളിൽ പങ്കുകൊള്ളും, അവൻ്റെ സങ്കടങ്ങളിൽ നമ്മൾ പങ്കുകൊള്ളാതിരുന്നാൽ സ്വർഗരാജ്യം കിട്ടത്തില്ലെന്ന്. നമ്മളൊക്കെ എങ്ങനെയാണ്? ഒരു മനുഷ്യന് സങ്കടം വന്നാൽ അവനെ ദുഃഖിപ്പിക്കുക മാത്രമല്ല, മറ്റുള്ളവരോട് ചേർന്ന് നിന്നുകൊണ്ട് അവൻ്റെ ദുഃഖം വർദ്ധിപ്പിക്കും. അങ്ങനെയുള്ളവർക്ക് സ്വർഗരാജ്യം കിട്ടത്തില്ല. സന്തോഷങ്ങളിൽ പങ്കുകൊള്ളുന്ന നീ അവൻ്റെ സങ്കടത്തിലും പങ്കുകൊള്ളണം. സങ്കീർത്തനക്കാരൻ 69-ാം സങ്കീർത്തനം വളരെ മനോഹരമായൊരു സങ്കീർത്തനമാണ്. യേശുവിനെ പറ്റിയുള്ള ധാരാളം കാര്യങ്ങൾ ആ സങ്കീർത്തനത്തിലുണ്ട്. അവിടെ പറയുന്നത്, ഈ സങ്കീർത്തനക്കാരൻ പറയുന്നത്, നിന്ന് എൻ്റെ ഹൃദയത്തെ തകർത്തപ്പോൾ, ഞാൻ ഏറ്റവും വിഷാദിച്ചിരുന്നപ്പോൾ വല്ലവനും സഹതാപം തോന്നുമോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു, ആരെയും കണ്ടില്ല. എൻ്റെ ഹൃദയത്തെ തകർത്തപ്പോൾ, ഞാൻ ഏറ്റവും വിഷാദിച്ചിരുന്നപ്പോൾ ആർക്കെങ്കിലും സഹതാപം കാണുമോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു, ഒരുത്തനെയും കണ്ടില്ല. സങ്കീർത്തനം 69-ൽ 20-ാമത്തെ വാക്യം, ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു, ആരെയും കണ്ടില്ല താനും. സങ്കടപ്പെടുന്നവരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് തങ്ങളെ ആശ്വസിപ്പിക്കുവാൻ ആരെങ്കിലുമൊക്കെ ഒന്ന് കാണണമെന്ന്. പക്ഷെ ആരെയും കാണുന്നില്ല. ഇത് സങ്കീർത്തനക്കാരൻ്റെ ഒരു വേദനയാണ്. അദ്ദേഹത്തിന്റെ വേദന എന്താണ്? സങ്കീർത്തനം വീണ്ടും നോക്കിക്കേ, 2-3 കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. കാരണം കൂടാതെ പകയ്ക്കുന്നവർ, അദ്ദേഹത്തെ കാരണം കൂടാകുന്നവർ, പകയ്ക്കുന്നവർ രോമങ്ങളെക്കാൾ അധികമാണ്. തലയിലെ രോമങ്ങളെക്കാൾ അധികം കാരണം കൂടാതെ പകയ്ക്കുന്നവരാണ്. ശത്രുക്കളായി ഭാവിക്കുന്നവർ ധാരാളമുണ്ട് തനിക്ക്. കവർച്ച ചെയ്യാത്ത സാധനം ഞാൻ മടക്കി കൊടുക്കേണ്ടി വരുന്നു. ആ സങ്കീർത്തനക്കാരൻ്റെ വേദന നോക്കുകയും, ഇത് യേശുവിനെ പറ്റിയുള്ള ഒരു സങ്കീർത്തനമായിട്ടൂടെ പറയുന്നുണ്ട്. ആ സങ്കീർത്തനക്കാരൻ്റെ വേദന എന്താണ്? വെറുതെ മനുഷ്യരെന്നെ പകയ്ക്കുകയാണ്. ധാരാളം പ്രശ്നങ്ങൾ എനിക്ക് മനുഷ്യരുണ്ടാക്കി തരികയാണ്. ഞാൻ കവർച്ച ചെയ്തിട്ടില്ല, പക്ഷെങ്കിൽ അതെനിക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരുന്നു. തെറ്റായ ആരോപണം എൻ്റെ മേൽ ഉന്നയിക്കുകയാണ്. അങ്ങനെ നിന്നുകൊണ്ട് ഞാൻ പൊറുതിമുട്ടിയപ്പോൾ എന്നെ ആശ്വസിപ്പിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു, ഒറ്റത്തൻ പോലും വന്നില്ല. സങ്കടപ്പെടുന്നവരെ ആശ്വസിപ്പിക്കുക എന്നുള്ളത് ഒരു നന്മ പ്രവർത്തനമാണ്. വാക്കുകളിൽ ദയവുണ്ടാകണം. വിക്ടർ ഹ്യൂഗോ എന്ന് പറഞ്ഞ എഴുത്തുകാരൻ്റെ പാവങ്ങൾ എന്ന് പറഞ്ഞ ഒരു നോവലുണ്ട്. അത് നമുക്കെല്ലാം പരിചയമുള്ളൊരു നോവലാണ്. അതിൽ ഴാങ് വാൾ ഴാങ് എന്ന് പറഞ്ഞ കഥാപാത്രം
റൊട്ടി മോഷ്ടിച്ചതിന് ജയിൽ വിമോചിതനായി വന്നപ്പോൾ ബിഷപ്പ് മിറിയൽ എന്ന് പറയുന്ന ബിഷപ്പാണ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ബിഷപ്പ് അദ്ദേഹത്തെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ബിഷപ്പിനോട് പറഞ്ഞു, ഞാൻ ഭാഗ്യഹീനനാണ്, ഞാൻ നിന്ദിതനാണ്, ഞാൻ അന്യായിയാണ്, എന്നിട്ടും അങ്ങയുടെ ഭവനത്തിൽ എന്നെ സ്വീകരിച്ചല്ലോ. അപ്പോൾ ബിഷപ്പ് പറഞ്ഞൊരു മറുപടി ഇപ്രകാരമാണ്: ഇതെൻ്റെ വീടല്ല, ഇത് യേശുവിൻ്റെ വീടാണ്. ഇതെൻ്റെ വീടല്ല, ഇത് യേശുവിൻ്റെ വീടാണ്. ഇവിടെ വരുന്നവരോട് ഞാൻ ചോദിക്കുന്നത് അവർക്ക് ദുഃഖമുണ്ടോയെന്ന് മാത്രമാണ്. ഇവിടെ വരുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത് അവൻ ആരാണെന്നോ എന്താണെന്നോ എനിക്കറിയണ്ട, അവന് ദുഃഖമുണ്ടോ എന്ന് എനിക്കറിഞ്ഞാൽ മതി. നിന്റെ മുഖം കണ്ടിട്ട് നിനക്ക് ദുഃഖമുണ്ട്, വിശപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, നീ ഭക്ഷണം കഴിച്ച് തൃപ്തനാകാൻ പറഞ്ഞു. ആ ബിഷപ്പ് ചോദിച്ച ചോദ്യം മനോഹരമായ ചോദ്യമല്ലേ? ഇതെൻ്റെ വീടല്ല, ഇത് യേശുവിൻ്റെ വീടാണ്. ഇവിടെ വരുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത് നിന്റെ പേരും ഊരുമൊന്നുമല്ല, നിനക്ക് ദുഃഖമുണ്ടോ എന്നാണ്. നമ്മളും ഒരു മനുഷ്യന്റെ മുഖം കണ്ടാൽ അവന് ദുഃഖമുണ്ടോ എന്ന് ചോദിക്കണം. പക്ഷെ നമ്മൾ ചോദിക്കുമ്പോൾ അത് വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാരായിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്, അല്ലേ? ഈ പരിശുദ്ധ നോയമ്പിൽ നമ്മൾ ചിന്തിക്കണം, നമ്മൾ ആരുടെയെങ്കിലും ദുഃഖത്തിൽ അവനോട് സംസാരിക്കുമ്പോൾ അവനെ വ്യസനിപ്പിച്ചിട്ടുണ്ടോ? യോബ് പറയുന്നത് പോലെ എൻ്റെ സുഹൃത്തുക്കൾ മുഴുവൻ എന്നെ വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാരായി. നമ്മൾ ആശ്വസിപ്പിക്കാനാണ് പോയത്, പക്ഷെ പറഞ്ഞു വന്നപ്പോൾ എന്ത് ചെയ്തു? അവന് ദുഃഖമുണ്ടാക്കി. വളരെ സൂക്ഷിച്ച് നമ്മൾ സംസാരിക്കണം, വാക്കുകളിൽ ദയവുണ്ടായിരിക്കണം. അതുകൊണ്ട് കനിവുള്ള വാക്കുകൾ കൊണ്ട്, അനുകമ്പയുള്ള വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കുവാൻ കഴിയണം. യഥാർത്ഥത്തിൽ ഈ ജിൻവാൽജിൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തെ പരിവർത്തനമുണ്ടാക്കിയത് ബിഷപ്പിൻ്റെ അനുകമ്പാർദ്രമായ വാക്കുകളായിരുന്നു. അറിയാം, കിടക്കാൻ സ്ഥലം കൊടുത്തെങ്കിലും അന്ന് രാത്രി അയാൾ മോഷ്ടിച്ചുകൊണ്ട് പോയി. പോലീസ് പിടിച്ചു കൊണ്ടുവന്നപ്പോൾ ബിഷപ്പ് പോലീസുകാരോട് പറഞ്ഞത്, ഇതവൻ മോഷ്ടിച്ചുകൊണ്ട് പോയതല്ല, ഇത് ഞാൻ അവന് കൊടുത്തതാണ്. ഈ റാങ് എന്ന് പറഞ്ഞ ജിൻ അത്ഭുതപ്പെട്ടു പോയി ബിഷപ്പിന്റെ വാക്ക് കേട്ടിട്ട്. അനുകമ്പാർദ്രമായ ആ വാക്കുകളാണ് ജിൻവാൽജിനിൽ പരിവർത്തനമുണ്ടാക്കിയത്. അതെ, അനുകമ്പാർദ്രമായ വാക്കുകൾ കൊണ്ടും സ്നേഹം കൊണ്ടും ഒരു മനുഷ്യനിൽ പരിവർത്തനമുണ്ടാക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ ദയവുള്ള വാക്കുകളായിരിക്കണം, അല്ലേ? ദയവുള്ള വാക്കിന്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറഞ്ഞു. ദയവുള്ള വാക്കുകൾ മറ്റുള്ളവർക്ക് ആശ്വാസം കൊടുക്കും. ചിന്തകളിലെ ദയവ് വിനയമുണ്ടാക്കുമെന്നാണ് പറയുന്നത്. ചിന്തകളിലെ ദയയാണ് വിനയം നമുക്കുണ്ടാക്കി തരുന്നത്. ചിന്തകളിലെയും ദയവാണല്ലോ വാക്കുകളിലും പ്രവൃത്തികളിലും പ്രതിഫലിക്കുന്നത്. ഒരു മനുഷ്യനെ പറ്റി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അവനെ കൊണ്ട് 2 വാക്ക് സംസാരിപ്പിച്ചാൽ അവൻ്റെ സ്വഭാവം മനസ്സിലാകുമെന്നാണ്, അല്ലേ? ഒരു മനുഷ്യൻ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ അവൻ്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാകുമെന്നാണ്. അതുകൊണ്ട് ചിന്തകളിലെ ദയവാണ് വാക്കുകളിലും പ്രവൃത്തികളിലും പ്രകടമാകുന്നത്. പ്രവൃത്തികളിലെ ദയവ് സ്നേഹം മടക്കിത്തരും. ക്രൂര മൃഗങ്ങൾ പോലും അവരോട് സ്നേഹം കാട്ടിയാൽ, അവരോട് ദയവ് കാട്ടിയാൽ തിരിച്ച് നമുക്ക് സ്നേഹം തരും. അതിനെപ്പറ്റി ഈസോപ്പിൻ്റെ അകത്ത് നല്ല മനോഹരമായൊരു കഥയുണ്ട്, കേട്ടിട്ടുള്ള കഥയായിരിക്കും. ആൻഡ്രോക്ലീസും സിംഹവും എന്നും പറഞ്ഞ് മനോഹരമായൊരു കഥയാണ്. അപ്പൊ ആൻഡ്രോക്ലീസ് എന്ന് പറഞ്ഞ അടിമ യജമാനന്റെ ക്രൂരത സഹിക്കാൻ പറ്റാഞ്ഞിട്ട് യജമാനന്റെ അടുക്കൽ നിന്ന് ഓടിപ്പോകുകയാണ്. അയാളൊരു കാട്ടിൽ ചെന്ന് കയറി. കാട്ടിൽ കയറിയപ്പോൾ
അവിടെ ഒരു സിംഹം കിടക്കുകയാണ്. ഇയാള് വളരെയധികം പേടിച്ചുപോയി. പക്ഷെ സിംഹത്തിന് അനക്കമൊന്നുമില്ല. അപ്പോൾ ആൻഡ്രോക്ലീസ് സിംഹത്തിന്റെ അടുക്കലേക്ക് നടന്നു ചെന്നു. അപ്പോൾ മനസ്സിലായി, സിംഹത്തിന്റെ കാലിന് പരിക്ക് പറ്റി എഴുന്നേൽക്കാൻ വയ്യാതെ കിടക്കുകയാണ്. വലിയൊരു മുള്ള് ഈ സിംഹത്തിന്റെ കാലിൽ തറച്ചിട്ടുണ്ട്. അത് നീര് വന്ന് വീർത്തിരിക്കുന്നു. അതിന് നടക്കാൻ വയ്യ. ആൻഡ്രോക്ലീസ് അവിടെ ഇരുന്നിട്ട് സിംഹത്തിന്റെ കാലിലെ മുള്ള് വലിച്ചൂരിയെടുത്തു. അതിന്റെ കാലിലെ പഴുപ്പുകൾ ജക്കിക്കളഞ്ഞു. തൊട്ടടുത്തുള്ള അരുവിയിൽ പോയി വെള്ളം കൊണ്ടുവന്ന് കാല് കഴുകി വൃത്തിയാക്കി. അവിടെ കണ്ട പച്ചിലച്ചാറ് പിഴിഞ്ഞ് അതിൻ്റെ കാലിൽ ഒഴിച്ച് തൻ്റെ വസ്ത്രത്തിൻ്റെ ഒരു ഭാഗം കീറി അത് കെട്ടിവെച്ചു. സിംഹം ശാന്തമായി അത് സ്വീകരിച്ചു. 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും സിംഹത്തിന് രോഗശമനമുണ്ടായി. സിംഹവും ആൻഡ്രോക്ലീസും കൂടെ സിംഹത്തിന്റെ ഗുഹയിൽ പോയി. പക്ഷെ ഏറെ നാൾ അവർക്ക് ഒന്നിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ല. കാരണം നായാട്ടുകാര് 2 പേരെയും പിടികൂടി. സിംഹത്തിനെ സർക്കസുകാർക്ക് കൊടുത്തു. അപ്പൊ സർക്കസുകാർ ഈ സിംഹത്തെ മെരുക്കുന്നതിന് വേണ്ടി ഭക്ഷണം കൊടുക്കാതെ ഇട്ടിരിക്കുകയാണ്. 3-4 ദിവസമായി ഭക്ഷണം കൊടുക്കാതെ ഇട്ടിരിക്കുകയാണ്. ആൻഡ്രോക്ലീസിന് രാജാവ് ശിക്ഷ വിധിച്ചു. വിശന്നു വലഞ്ഞ സിംഹത്തിന്റെ ഗുഹയിലേക്ക് അവനെ എറിഞ്ഞു കൊടുക്കണമെന്ന്. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ആൻഡ്രോക്ലീസിനെ ഈ സിംഹത്തിന്റെ ഗുഹയിലേക്ക് തന്നെയാണ് കൂട്ടിലേക്ക് തന്നെയാണ് ഇട്ടുകൊടുക്കുന്നത്. സിംഹം പാഞ്ഞടുത്തു ആൻഡ്രോക്ലീസിന്റെ അടുക്കലേക്ക്. വിശന്ന് വലഞ്ഞു കിടക്കുകയല്ലേ സിംഹം. പക്ഷെ ആൻഡ്രോക്ലീസിന്റെ അടുക്കൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സിംഹം ശാന്തമായി. അതിന് മനസ്സിലായി ഇത് തൻ്റെ മുറിവ് വെച്ചു ഉണക്കിയ ആൻഡ്രോക്ലീസ് ആണെന്നത് ആ സിംഹത്തിന് മനസ്സിലായി. സിംഹം ആൻഡ്രോക്ലീസിനെ മണപ്പിക്കാൻ തുടങ്ങി, തൊട്ടുരുമി നിൽക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ സിംഹം ആൻഡ്രോക്ലീസിന്റെ മടിയിൽ തലവെച്ച് കിടന്നു. ഇത് കണ്ട് കാണികൾ അത്ഭുതപ്പെട്ടു പോയി. രാജാവ് ആൻഡ്രോക്ലീസിനെ പുറത്തു എത്തിച്ചിട്ട് കാര്യം തിരക്കി. കാര്യം തിരക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഓടിപ്പോയി ഈ സിംഹത്തെ പരിചരിച്ച കാര്യം പറഞ്ഞു. രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു. ആൻഡ്രോക്ലീസിനെ അടിമയിൽ നിന്നും സ്വാതന്ത്ര്യം കൊടുക്കുകയാണ്. ആൻഡ്രോക്ലീസിന്റെ ദയവ്, അനുകമ്പാർദ്രമായ പ്രവൃത്തി രാജാവിന് ഇഷ്ടപ്പെട്ടിട്ട് അടിമയിൽ നിന്നും വിടർത്തി സിംഹത്തെ കാട്ടിലേക്ക് തുറന്നു വിട്ടേക്കാൻ പറഞ്ഞു. എന്നോട് പറഞ്ഞൊരു കഥയാണെങ്കിലും ഒരു മനുഷ്യന്റെ അനുകമ്പയുള്ള ദയവുള്ള ആ പ്രവൃത്തി ക്രൂര മൃഗങ്ങൾ പോലും സ്നേഹം മടക്കിക്കൊടുക്കുകയാണ്. അതുകൊണ്ട് പ്രവൃത്തികളിലെ ദയവ് സ്നേഹം മടക്കിത്തരും പ്രിയരെ. നമ്മളോട് മീഖാ പ്രവാചകൻ പറയുന്നത് ന്യായം പ്രവർത്തിക്കണം, ദയവുള്ളവരായിരിക്കണം. ദയവ് 3 കാര്യത്തിലുണ്ടാകണമെന്ന് ഞാൻ പറഞ്ഞു. വാക്കുകളിലെ ദയ മറ്റുള്ള മനുഷ്യർക്ക് സ്നേഹം, ആശ്വാസം പകരും. ചിന്തകളിലെ ദയവ് വിനയമുണ്ടാക്കും. പ്രവർത്തികളിലെ ദയവ് സ്നേഹം മടക്കിത്തരും. മൂന്നാമതായിട്ട് അദ്ദേഹം പറയുന്നത് താഴ്മയുള്ളവരായിരിക്കണമെന്നാണ്. താഴ്മയുള്ളവരായിരിക്കണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കണം. നൊയിമ്പിൽ നമ്മളോട് ദൈവം ആവശ്യപ്പെടുന്നത് അതാണ്. വിശുദ്ധിയിലേക്ക് വളരാനുള്ള മാർഗം എന്താണ് എന്ന ചോദ്യത്തിന് വിശുദ്ധ അഗസ്റ്റീനോസ് ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. വിശുദ്ധിയുടെ ഉത്തംഗപദത്തിലേക്ക് എത്തുവാനുള്ള മാർഗം എന്താണ് എന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ 1 പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, 6 പ്രാവശ്യമല്ല, എത്ര പ്രാവശ്യം പറഞ്ഞാലും ഞാൻ പറയും വിനയം എന്ന്. വിശുദ്ധിയുടെ ഉത്തമ ശൃംഗത്തിലെത്തണമെന്നുണ്ടെങ്കിൽ വിനയമുണ്ടാകണം. മറബ്രായ എന്ന് പറഞ്ഞ
പിതാവ് വിനയത്തെപ്പറ്റി ഒരു ചോദ്യം ചോദിച്ചിട്ട് അദ്ദേഹം പറയുകയാണ്, എടുത്തെറിഞ്ഞാലും നശിച്ചു പോകാത്ത ധനമേതാണ്? എടുത്തെറിഞ്ഞാലും നശിച്ചു പോകാത്ത ധനമേതാണ്? അതിന് അദ്ദേഹം കൊടുക്കുന്ന ഉത്തരം വിനയമെന്നാണ്. വിനയമുള്ളവർക്കുള്ള ധാരാളം പ്രത്യേകതകളുണ്ട്. വിനയത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് പാപത്തെ നശിപ്പിക്കും, നമ്മെ ദൈവത്തിന്റെ പുത്രന്മാരാക്കി മാറ്റും. വിനയമുള്ളവർ ദൈവത്തിന്റെ പുത്രന്മാരായി മാറും. പാപത്തെ നശിപ്പിക്കുവാനുള്ള ഒരു കഴിവ് വിനയത്തിനുണ്ട്. വിനയമുള്ളവർ ദൈവത്തിന്റെ പുത്രന്മാരായി മാറും. ഈ വിനയമുള്ളവർക്കാണ് ആത്മീക പക്വത കിട്ടുന്നത്. ആത്മീക പക്വത ലഭിക്കും വിനയമുള്ളവർക്കും. മോശയ്ക്ക് പക്വതയുണ്ടായിരുന്നത് കൊണ്ടാണ് കാര്യങ്ങൾ മുൻകൂട്ടി കാണാനുള്ള കഴിവ് കിട്ടിയത്. വിനയമുള്ളവരുടെ മറ്റൊരു പ്രത്യേകത കൂടെ പറയുമ്പോൾ അത് ഞാൻ സൂചിപ്പിക്കാം. വിനയമുള്ളവർക്ക് ദൈവീക രഹസ്യങ്ങൾ വെളിപ്പെട്ട് കിട്ടും. അപ്പം വിനയം ദൈവപുത്രന്മാരാക്കും, വിനയം ആത്മീക പക്വതയുണ്ടാക്കും, വിനയം ദൈവീക രഹസ്യങ്ങളെ വെളിപ്പെടുത്തി തരും. യേശുക്രിസ്തുവിനെ മുൻകൂട്ടി കാണാനുള്ള കഴിവ് മോശയ്ക്ക് കിട്ടിയത് വിനയമുണ്ടായിരുന്നത് കൊണ്ടാണ്, അല്ലേ? എങ്ങനെ യേശുക്രിസ്തുവിനെ മുൻകൂട്ടി കണ്ടത്? എബ്രായ ലേഖനത്തിൽ നമ്മൾ 11-ാം അധ്യായത്തിൽ അത് വായിക്കുന്നുണ്ട്. പാപത്തിന്റെ തൽക്കാല ഭോഗത്തേക്കാൾ ദൈവജനത്തോടുള്ള കഷ്ടത മോശ തിരഞ്ഞെടുത്തു. അതിന്റെ കാരണം ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്നെണ്ണി. ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്നെണ്ണി. ക്രിസ്തുവിനെ മുൻകൂട്ടി കാണാൻ മോശയ്ക്ക് കഴിഞ്ഞു എന്നതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് ദൈവജനത്തോടുകൂടി കഷ്ടത തിരഞ്ഞെടുത്തത്. ആത്മീക പക്വത ലഭിക്കും, ദൈവീക രഹസ്യങ്ങൾ വെളിപ്പെട്ട് കിട്ടും വിനയമുള്ളവർക്ക്. മോശ നേരത്തെ വിനയമുള്ള ആളല്ലായിരുന്നല്ലോ. എങ്ങനെയായിരുന്നു? മോശ മൂക്കിന്റെ തുമ്പത്ത് ദേഷ്യം വെച്ചുകൊണ്ട് നടന്ന ആളാണ്, നമുക്കറിയാം. മൂക്കിന്റെ തുമ്പത്ത് ദേഷ്യം വെച്ചുകൊണ്ട് നടന്നിരുന്ന മോശ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ലോകത്തിലെ ഏറ്റവും സൗമ്യനായി മാറി. ഇതുപോലെ സൗമ്യനായ ഒരു പ്രവാചകൻ പിന്നുണ്ടായിട്ടില്ല. വലിയ ദേഷ്യക്കാരനായിരുന്നു. ദൈവത്തിന്റെ കരത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ സൗമ്യനായി മാറി. പണ്ട് ദേഷ്യമുള്ളവരൊക്കെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ സൗമ്യന്മാരായി മാറും. മോശ അങ്ങനായിരുന്നല്ലോ. ഉസിയാവ് എന്ന് പറഞ്ഞൊരു രാജാവിനെ ഞാനൊന്ന് പരിചയപ്പെടുത്തട്ടെ. 2 ദിനവൃത്താന്തം 26:16. ഉസിയാവ് ബലവാനായപ്പോൾ അവന്റെ ഹൃദയം അവന്റെ നാശത്തിനായിട്ട് നിഗളിച്ചു. ഉസിയാവ് ബലവാനായപ്പോൾ അവന്റെ ഹൃദയം അവന്റെ നാശത്തിനായിട്ട് നിഗളിച്ചു. അവൻ നിഗളം നാശമുണ്ടാക്കി. അതുകൊണ്ട് എന്താ ഉസിയാവ് ചെയ്തത്? അങ്ങനെ നിഗളം ഉണ്ടായപ്പോൾ ഉസിയാവ് ചെയ്ത തെറ്റെന്താണ്? ധൂപാർപ്പണം നടത്താൻ കയറി, അല്ലേ? പുരോഹിതന്മാർക്ക് മാത്രം അവകാശപ്പെട്ട ധൂപപ്രാർത്ഥന നടത്തുവാൻ ഉസിയാവ് ബലിപീഠത്തിൽ കയറി. പുരോഹിതന്മാര് തടഞ്ഞപ്പോൾ ധൂപകലശം കയ്യിൽ പിടിച്ചുകൊണ്ട് അയാൾ ദേഷ്യപ്പെട്ടു. അപ്പൊ അഹങ്കാരവും ദേഷ്യവും ഉസിയാവിനെ ദൈവം ശിക്ഷിച്ചു. ബലവാനായി കഴിയുമ്പോൾ ചിലർക്കൊക്കെ അഹങ്കാരം ഉണ്ടാകുമല്ലോ, അല്ലേ? നമ്മളൊക്കെ എങ്ങനെയാണല്ലോ, സമ്പത്ത് വർദ്ധിക്കുമ്പോൾ, സൗന്ദര്യം കൂടുമ്പോൾ, കായബലം കൂടുമ്പോൾ എല്ലാം നമുക്ക് ചിലപ്പോൾ ഈ അഹങ്കാരം സ്വർഗത്തിലേക്ക് ഉള്ള വഴിക്ക് മാർഗതടസ്സം ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. അഹങ്കാരം സ്വർഗത്തിലേക്ക് കരയേറുന്നതിന് മാർഗതടസ്സമുണ്ടാകും. അഹംഭാവികൾക്ക് നേരത്തെ ഞാൻ ഒരിടം പറഞ്ഞായിരുന്നു, സ്വർഗരാജ്യം ആർക്കാ കിട്ടുമെന്ന് പറഞ്ഞായിരുന്നു. സ്വർഗരാജ്യം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നീതി. നിങ്ങളുടെ നീതി പരീശന്മാരുടെയും സാധുക്യരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ സ്വർഗരാജ്യം നിങ്ങൾക്ക് ലഭിക്കത്തില്ല.
അഹന്തകൾ വർദ്ധിക്കുന്നവർക്ക് സ്വർഗരാജ്യം കിട്ടുകയില്ല. വിനയമുള്ളവർക്ക് മാത്രമാണ് സ്വർഗരാജ്യം. അഹങ്കാരത്തിന്റെ ഒരു പ്രത്യേകതയാണ്, അത് അതിർത്തികളെ ലംഘിക്കും. അഹങ്കാരം അതിർത്തി ലംഘിക്കും, ഇല്ലേ? ഒരതിർത്തി ഉണ്ടായിരുന്നു. രാജാവിനൊരിക്കലും രൂപം കാട്ടാൻ ഉള്ള റൈറ്റ് ഇല്ല. പക്ഷെ ആ അതിർത്തിയെയാണ് രാജാവ് ലംഘിച്ചത്. അഹന്ത കൊണ്ട് അതിർത്തി ലംഘിച്ചപ്പോൾ രാജാവിനെ ദൈവം ശിക്ഷിച്ചു. അഹങ്കാരത്തിന് അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട്, അതിർത്തികളെ ലംഘിക്കും. ഒബദ്യാവ് എന്ന് പറഞ്ഞ പുസ്തകമുണ്ടല്ലോ. ഒബദ്യാവ് എന്ന് പറഞ്ഞ പുസ്തകം യഥാർത്ഥത്തിൽ ഏദോമിൻ്റെ അഹങ്കാരത്തെ വെളിപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ്. അതിൽ ഏദോമിനോട് പറയുന്ന ഒബദ്യാവ് 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നത്, നിന്റെ ഹൃദയത്തിൻ്റെ അഹങ്കാരം നിന്നെ ചതിച്ചിരിക്കുന്നു. നിന്നെ ചതിച്ചതാരാ? നിന്റെ ഹൃദയത്തിൻ്റെ അഹങ്കാരമാണ്. നിന്റെ ഹൃദയത്തിൻ്റെ അഹങ്കാരം നിന്നെ ചതിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ ഉയരത്തിൽ കൊണ്ട് കൂടുവെച്ചാലും അവിടെ നിന്ന് നിന്നെ ഞാൻ താഴെ ഇറക്കും. അവർക്ക് വലിയ അഹങ്കാരമായിരുന്നു. ജ്ഞാനത്തിൽ അഹങ്കാരമുണ്ടായിരുന്നു. ഉയർന്ന പാറപ്പിളർപ്പിനുള്ളിൽ വസിക്കുന്നവൻ, എന്നെ ആരും ഒന്നും ചെയ്യാനില്ല എന്നൊരു തോന്നല് ഏദോമിനുണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ടാണ് യഹോവ പറഞ്ഞത്, നീ എത്ര ഉയരത്തിൽ കൊണ്ട് കൂടുവെച്ചാലും നിന്നെ ഞാൻ അവിടുന്ന് താഴ്ത്തും. ചില അഹങ്കാരങ്ങളൊക്കെ നമ്മളെ നശിപ്പിച്ചു കളയും. ഈ മനശ്ശയുടെ പ്രാർത്ഥന ഉണ്ടല്ലോ, ദിനവൃത്താന്തം പുസ്തകത്തിൽ തന്നെ ഉള്ള ഒരു ഭാഗമാണ് മനശ്ശ. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്നുമുണ്ട്. 2 രാജാക്കന്മാരുടെ പുസ്തകം 21-ാം അധ്യായത്തിൽ അദ്ദേഹത്തിൻ്റെ പാപങ്ങളെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം മനശ്ശയ്ക്ക് മാനസാന്തരമുണ്ടാകുന്നതിൻ്റെ ഒരു കാരണം, മനശ്ശയെ കൊളുത്തുകൊണ്ട് പിടിച്ചു ബാബേലിലേക്ക് കൊണ്ടുപോയി. ദൈവത്തിൻ്റെ ഒരു ശിക്ഷയായിരുന്നു. കൊളുത്തുകൊണ്ട് പിടിച്ചു ബാബേലിലേക്ക് കൊണ്ടുപോക്കളഞ്ഞു മനശ്ശയെ. പക്ഷേ മനശ്ശയ്ക്ക് മനസാന്തരമുണ്ടായി, അനുതാപമുണ്ടായി, രാജസ്ഥാനം തിരിച്ചു കിട്ടി. അതിനെപ്പറ്റി പറയുന്നത്, മനശ്ശയുടെ പാപം ഭേദപ്പെടുത്തുവാനാവാത്ത മുറിവായിരുന്നു. ആരാലും ഭേദപ്പെടുത്തുവാനാവാത്ത തരത്തിലുള്ള ഒരു മുറിവായിരുന്നു മനശ്ശയുടെ മുറിവ്. എന്തായിരുന്നു മനശ്ശയുടെ മുറിവ്? തൻ്റെ പിതാവായിരുന്ന ഹിസ്കിയാവ് രാജാവ് മാറ്റിയ വിഗ്രഹങ്ങളെ മുഴുവൻ ദേവാലയത്തിൽ പുനഃപ്രതിഷ്ഠിച്ച് ആരാധനയെ അലങ്കോലമാക്കി കളഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെറ്റെന്ന് പറഞ്ഞത് ആരാധനക്രമത്തെ കളങ്കപ്പെടുത്തി എന്നുള്ളതാണ്. ആരാധനക്രമത്തെ കളങ്കപ്പെടുത്തി മനശ്ശ. അതൊരിക്കലും ഭേദമാക്കപ്പെടാനാവാത്ത മുറിവായിരുന്നു, ഉണക്കാൻ പറ്റാത്ത മുറിവായിരുന്നു. യഹോവ മനശ്ശയെ ശിക്ഷിച്ചു, ബാബേലിലേക്ക് കൊളുത്തുകൊണ്ട് പിടിച്ചുകൊണ്ടുപോയി. പക്ഷേ മനശ്ശയ്ക്ക് എന്ത് ചെയ്തു? അനുതാപമുണ്ടായി. മനശ്ശയുടെ പ്രാർത്ഥന, അനുതാപമുണ്ടായി. അതിനെപ്പറ്റി പറയുന്നത്, മനശ്ശയുടെ ഭേദപ്പെടാത്ത മുറിവിനെ ഉണക്കിയത് മനശ്ശയുടെ വിനയമായിരുന്നു. വിനയം കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ മുറിവ് ഉണങ്ങിയത്. നമ്മുടെ മുറിവുകളൊക്കെ ഉണങ്ങണമെങ്കിൽ വിനയം വേണം. ഉപവാസത്തെപ്പറ്റി യെശയ്യാ പ്രവചനത്തിന്റെ ആദ്യ പുസ്തകത്തിൽ ആദ്യ അധ്യായങ്ങളിൽ പറയുമ്പോൾ, ഉപവാസത്തെപ്പറ്റി പറയുമ്പോൾ അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ വേണ്ട വിധത്തിൽ നല്ല രീതിയിൽ ഉപവസിച്ചാൽ നിങ്ങളുടെ മുറിവ് വേഗത്തിൽ ഉണങ്ങും. വേണ്ട വിധത്തിൽ നിങ്ങൾ നോയമ്പ് ചെയ്താൽ, വേണ്ട വിധത്തിൽ നിങ്ങൾ ഉപവസിച്ചാൽ നിങ്ങളുടെ മുറിവ് വേഗത്തിൽ ഉണങ്ങും. നിങ്ങളുടെ മുറിവിന് ഞാൻ ഭേദം വരുത്തും. മനശ്ശയുടെ മുറിവിനെ ഉണക്കിയത് മനശ്ശയുടെ അനുതാപമായിരുന്നു, മനശ്ശയുടെ വിനയമായിരുന്നു. ദിനവൃത്താന്തം 2 പുസ്തകം 33-ന്റെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലാണ് മനശ്ശയെ കൊളുത്തുകൊണ്ട് പിടിച്ചു പോയ കാര്യം പറയുന്നത്.
ഈ സ്വർഗാരോഹണ ഗോപിണി എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ഇപ്രകാരം ഒരു കാര്യം പറയുന്നു: വിഷയാസക്തരെ മനുഷ്യർക്ക് സുഖപ്പെടുത്താം, കടുത്ത വിദ്വേഷികളെ മാലാഖമാർക്ക് സുഖപ്പെടുത്താം, എന്നാൽ അഹങ്കാരികളെ സുഖപ്പെടുത്തുവാൻ ദൈവത്തിനു മാത്രമേ കഴിയൂ എന്നാണ്. അഹങ്കാരികളെ സുഖപ്പെടുത്താൻ ദൈവത്തിനു മാത്രമേ കഴിയുകയുള്ളൂ. മനശ്ശയുടെ അഹങ്കാരത്തെ ഭേദപ്പെടുത്തിയത് അവനെ പീഡാനുഭവങ്ങളിലൂടെ കടത്തിക്കൊണ്ടുപോയതാണ്. പീഡാനുഭവങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ആ തീയിൽ അകന്ത എരിഞ്ഞമരും. ദൈവത്തിന് മാത്രം സുഖപ്പെടുത്താൻ പറ്റുന്ന ഒരു പാപമാണ് അഹങ്കാരം എന്ന് പറയുന്നത്. നമുക്ക് വിനയമുണ്ടാക്കുന്ന ഒരു കൂദാശയുണ്ട്. വിനയമുണ്ടാക്കുന്ന കൂദാശി എന്ന് പറയുന്നത് കുമ്പസാരമാണ്. കുമ്പസാരം വിനയമുണ്ടാക്കുന്ന കൂദാശയാണ്. വിനയമുണ്ടാക്കുന്ന ഒരു ആചാരമുണ്ട്. ഉപവാസമാണ് വിനയമുണ്ടാക്കുന്ന ആചാരം. ആചാരാനുഷ്ഠാനങ്ങൾ ധാരാളം നമുക്കുണ്ടല്ലോ. ഉപവാസം വിനയമുണ്ടാക്കുന്ന ആചാരവും കുമ്പസാരം വിനയമുണ്ടാക്കുന്ന കൂദാശയുമാണ്. എങ്ങനെ കുമ്പസാരം വിനയമുണ്ടാക്കി തരുന്നത്? കുമ്പസാരം വിനയമുണ്ടാക്കി തരുന്നത് കുമ്പസാരത്തിൽ ചെയ്ത തെറ്റുകൾ ഏറ്റുപറയുന്നു. ചെയ്ത തെറ്റുകൾ ഏറ്റുപറയണമെന്നുണ്ടെങ്കിൽ വിനയം വേണം. വിനയമില്ലാത്തവർക്ക് ഒരിക്കലും തെറ്റുകൾ ഏറ്റുപറയാൻ കഴിയുകയില്ല. അഹങ്കാരി ഒരിക്കലും തെറ്റുകൾ ഏറ്റുപറയത്തില്ല. വിനയമുള്ളവർ മാത്രമേ പറ്റിയ തെറ്റുകൾ ഏറ്റുപറയുകയുള്ളൂ. കുമ്പസാരത്തിൽ ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുകയാണ്. അഹങ്കാരി ഒരിക്കലും ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയത്തില്ല. വിനയമുള്ളവന് മാത്രമേ ദൈവം തന്ന അനുഗ്രഹത്തിന് നന്ദി പറയാനൊക്കൂ. ഉപവാസം വിനയമുണ്ടാക്കും. കാരണം ഉപവാസം നമുക്ക് ആന്തരിക ദുഃഖമുണ്ടാക്കുകയും ആന്തരിക ദുഃഖം നമ്മളെ നിർമ്മലീകരിച്ച് വിനയമുള്ളവരാക്കി മാറ്റുകയും ചെയ്യും. അപ്പം കുമ്പസാരം വിനയമുണ്ടാക്കുന്ന ഒരു കൂദാശയാണ്. അപ്പം ന്യായം പ്രവർത്തിക്കണം. 2 ദയവുള്ളവരാകണം. 3 എന്ത് ചെയ്യണം? താഴ്മയുള്ളവരാകണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്ന്ന് ജീവിക്കാൻ പഠിക്കണം. നമ്മൾ പള്ളിയിലൊക്കെ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ വളരെ വിനയത്തോടു കൂടി നിൽക്കണം. ചെരുപ്പ് അഴിച്ചുവെച്ച് പള്ളിയിൽ കയറൂ എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള കാമങ്ങളെയും അഴിച്ചുവെച്ച് പള്ളിയിൽ കയറണമെന്നാണ്. എല്ലാ തരത്തിലുള്ള വികാരങ്ങളെയും അഴിച്ചുവെച്ച് പള്ളിയിൽ കയറുവാൻ കഴിയണം. അപ്പൊ 3 കാര്യങ്ങളാണ് ഞാൻ നൊയമ്പിൽ വേണ്ടത് മീഖാപ്രവാചകന്റെ വെളിച്ചത്തിൽ പറഞ്ഞത്. 1, ന്യായം പ്രവർത്തിക്കണം. ആ ന്യായം പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ ന്യായമില്ലാത്ത ആരാധന ദൈവം ഒരിക്കലും സ്വീകരിക്കത്തില്ല. ന്യായം പ്രവർത്തിക്കുന്നത് എന്താണെന്ന് ഞാൻ വെളിപ്പെടുത്തുകയുണ്ടായി. 2 പറയുന്നത് ദയവുള്ളവരായിരിക്കണമെന്നാണ്. ദയവ് വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും ഉണ്ടായിരിക്കണം. 3, ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കണം. വളരെ വിനയത്തോടുകൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുവാൻ നമുക്ക് കഴിയണം. നൊയമ്പിൽ വേണ്ട 1-2 കാര്യങ്ങളോടെ ഞാൻ വേറൊരു വെളിച്ചത്തിൽ പറയാൻ ഉദ്ദേശിക്കുകയാണ്. ആത്മനിയന്ത്രണം ഉണ്ടാണ്. ആത്മനിയന്ത്രണം മാലാഖമാരുടെ ആത്മീയതയിലേക്ക് നമ്മളെ ഉയർത്തുമെന്നാണ്. ആത്മനിയന്ത്രണം മാലാഖമാരുടെ ആത്മീയതയിലേക്ക് നമ്മളെ ഉയർത്തും. മാലാഖമാരുടെ ഒരു പ്രത്യേകത മാത്രം പറഞ്ഞ് നിർത്തുകയാണ്. ഖലീൽ ജിബ്രാൻ മാലാഖമാരെ പറ്റി പറയുന്നൊരു കാര്യമുണ്ട്. ആർഭാടങ്ങളുടെയും ആവശ്യങ്ങളുടെയും അതിരു വരയുവാൻ ആർക്കും കഴിയുകയില്ല. മാലാഖമാർക്കേ അത് സാധിക്കും. കാരണം അവരെ സസ്പ്രകരും ബുദ്ധിമതികളുമാണ്. എന്താ? ആർഭാടങ്ങളെ ആവശ്യങ്ങളെയും അതിർത്തി വെക്കണമെന്ന്. ആർഭാടങ്ങൾക്കും ആവശ്യങ്ങൾക്കും അതിർത്തി വെക്കണം. ആത്മനിയന്ത്രണമുള്ളവരാകണമെന്ന്.
ആത്മനിയന്ത്രണം നമ്മളെ മാലാഖമാരുടെ ആത്മീകതയിലേക്ക് വളർത്തും. നമുക്ക് കുറവ് ചെയ്യണം. ചില ആർഭാടങ്ങളും അനാവശ്യങ്ങളും ഒക്കെ നമ്മൾ ഒഴിവാക്കണം. നൊയിമ്പെന്ന് പറയുന്നത് ചിലതിനെയൊക്കെ ഒഴിവാക്കുകയാണ്. അത് ഭക്ഷണം മാത്രമല്ല, തെറ്റായ വികാരങ്ങളെയും എല്ലാം ഒഴിവാക്കുന്നതാണല്ലോ. ഞാനൊരു നാടകം വായിച്ചിട്ടുണ്ട്. നാടകത്തിൻ്റെ കഥയും കൂടെ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് നിർത്തുകയാണ്. ജോനസ്കോ എന്ന് പറഞ്ഞ പ്രശസ്തനായ എഴുത്തുകാരൻ്റെ ദ ലെസൺ എന്ന് പറയുന്ന ഒരു നാടകമുണ്ട്. പാഠമെന്നാണ്. അതിനകത്ത് ഒരു പെൺകുട്ടി ഒരു പ്രൊഫസറിൻ്റെ അടുക്കൽ പഠിക്കാൻ വന്നു. എന്ത് പഠിപ്പിച്ചാലും ഈ പെൺകുട്ടിക്ക് പഠിക്കാൻ കഴിഞ്ഞു. എന്ത് പറഞ്ഞാലും അവൾക്ക് പഠിക്കാനുള്ള കഴിവുണ്ട്. അത്ര ബുദ്ധിമതിയാണ്. പക്ഷെ അവൾക്ക് ഒരു ചോദ്യത്തിന് മാത്രം ആൻസർ കൊടുക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾക്കറിയായിരിക്കും ആൻസർ. 4 3 കുറച്ചാൽ എത്ര കിട്ടും? അത് അവൾക്ക് പറയാൻ കഴിഞ്ഞില്ലെന്ന്. ഇതൊരു നാടകമാണ്. എന്ത് പറഞ്ഞാലും അവൾ പഠിക്കും. പക്ഷെ അവൾക്ക് ഒന്ന് മാത്രം അറിയത്തില്ല. എന്താ അറിയത്തില്ല? 4 3 കുറച്ചാൽ എത്ര കിട്ടും? നിങ്ങൾക്കറിയാമല്ലോ. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നറിയാമോ? കുറയ്ക്കാൻ അവൾ പഠിച്ചിട്ടില്ല, കൂട്ടിവെക്കാനാണ് പഠിച്ചേക്കുന്നത്. ഇത് തന്നെ നൊയിമ്പിൻ്റെ പ്രശ്നം. നൊയിമ്പെന്ന് പറയുന്നത് പലതിനെയും കുറയ്ക്കാനുള്ളതാണ്, അല്ലേ? കൂട്ടിവെക്കാനാണ്. നൊയിമ്പെന്ന് പറയുന്നത് നമ്മുടെ എല്ലാവിധമായ തെറ്റായ വികാരങ്ങളെയും കുറയ്ക്കാനുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നൊയിമ്പെന്ന് പറയുന്ന യുദ്ധം എല്ലാ കാമങ്ങളെയും ഇല്ലാതാക്കാനുള്ളതാണ്. നമ്മുടെ ദേഷ്യവും വെറുപ്പും അസൂയയും അകന്തകളും അഹങ്കാരങ്ങളും വിദ്വേഷങ്ങളും പകയും ഒക്കെ ഇല്ലാതാക്കാനുള്ളതാണ് നൊയിമ്പെന്ന് പറയുന്നത്. കുറവ് ചെയ്യാനുള്ളതാണ് നൊയിമ്പ്. ഭക്ഷണം കുറവ് ചെയ്യുന്നത് പോലെ തന്നെ തെറ്റായ ചിന്തകളെയും തെറ്റായ വികാരങ്ങളെയും കുറവ് ചെയ്യാനുള്ള ഒരു കാലം കൂടെ ആകട്ടെ പരിശുദ്ധ നൊയിമ്പ് കാലം. ആത്മനിയന്ത്രണം മാലാഖമാരുടെ ആത്മികതയിലേക്ക് നമ്മളെ എത്തിക്കും. പരിശുദ്ധ നൊയിമ്പ് ഏറ്റവും അനുഗ്രഹമാകട്ടെ. മീകാ പ്രവാചകൻ പറയുന്നത് പോലെ നൊയിമ്പ് മനുഷ്യ നല്ലതെന്തെന്ന് നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. നയം പ്രവർത്തിക്കുവാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടിരിപ്പാനുമല്ലാതെ എന്താണ് നിന്നോട് ചോദിക്കുന്നത്? നയം പ്രവർത്തിക്കുക, ദയവുള്ളവരായിരിക്കുക, താഴ്മയുള്ളവരായിരിക്കുക, ആത്മനിയന്ത്രണമുള്ളവരായിരിക്കുക, ദാനധർമ്മം ചെയ്യുന്നവരാകുക. ദാനധർമ്മം പാപങ്ങളുടെ ബഹുത്വത്തെ കുറയ്ക്കും, പാപങ്ങൾ ഇല്ലാതാക്കുന്നതാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹീതമായ നിമിഷം ദൈവം എല്ലാ നന്മകൾ കൊണ്ട് നിറയ്ക്കട്ടെ. ഈ പരിശുദ്ധ നൊയിമ്പ് ഒരു പോരാട്ടമാണ്. ആ പോരാട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ശഠ്യങ്ങളെയും നമ്മുടെ ദുശീലങ്ങളെയും ഒക്കെ ഉപേക്ഷിച്ച് അനുഗ്രഹീതമായി നൊയിമ്പിൻ്റെ അവസാനത്തിലേക്ക് ചെല്ലുവാനും കുഞ്ഞാടിൻ്റെ കല്യാണത്തിൽ ക്ഷണം കിട്ടി അലക്കി വെളുപ്പിച്ച കല്യാണ വസ്ത്രവുമായി ആ കല്യാണത്തിൽ പ്രവേശിക്കുവാനും നമുക്കിടയാക്കട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.